ഹായ് ഫ്രണ്ട്സ്, രാവിലെ എഴുന്നേറ്റപ്പോഴേ കുക്കർ അടുപ്പത്ത് വെച്ച് കുക്കറിൽ സാമ്പാർ വിരിപ്പാണ് കേട്ടോ. സാമ്പാർ വയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. എന്നാൽ ലഞ്ചാർക്കും കൊണ്ടുപോകാത്തതുകൊണ്ട് സാമ്പാർ വയ്ക്കാമെന്ന് വെച്ച്. അപ്പോൾ പരിപ്പൊക്കെ വെന്ത് കിട്ടി. പരിപ്പിലേക്ക് ആദ്യം ചെറിയ ഉള്ളിയും അമരിക്കാണ് ഇട്ട് കൊടുത്തത്. അതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് അത് വേകാനായിട്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തേ. അപ്പോഴത്തേക്ക് ബാക്കി പച്ചക്കറികളെല്ലാം കട്ട് ചെയ്ത് അതെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയും അമരിക്കയും വെന്ത് വന്നപ്പോൾ ബാക്കി കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തു. അതൊന്ന് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു. പിന്നെ കുറച്ച് വാളംപുളി വെള്ളത്തിലിട്ടിരുന്നേ, അതിൻ്റെ വെള്ളവും ചേർത്ത് കൊടുത്തു. പിന്നെ കായപ്പൊടിയും ചേർത്ത് കൊടുത്തു. അതൊക്കെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷമാണ് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരല്പം 1/4 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഫ്ലെയിം സിമ്മിലാക്കി തിളയ്ക്കാൻ വെച്ചേ. ആ സമയത്തിന് വെണ്ടയ്ക്കയും തക്കാളിയും സാമ്പാർ മുളകും കൂടെ കട്ട് ചെയ്ത് അതൊന്ന് വഴറ്റാനിട്ട് എണ്ണ ഒഴിച്ച് നന്നായിട്ട് വഴറ്റിയെടുത്തേ. എന്നിട്ട് അതിലേക്ക് അല്പം ഉപ്പ് ചേർത്താണ് വഴറ്റിയത്. ഒരല്പം പുളിവെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്ത് ലാസ്റ്റിൽ ഒരല്പം മുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം അത് ഈ സാമ്പാറിലേക്ക് ചേർത്ത് കൊടുത്തേ. ആ സമയത്ത് നല്ലൊരു മണം വരും കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പാത്രം വെച്ചു, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു, ചെറിയ ഉള്ളി കട്ട് ചെയ്ത് അത് ചേർത്ത് കൊടുത്തു. അത് ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് കടുകും പിന്നെ കറിവേപ്പിലയും ഇട്ട് ഈ വറുത്തതും കൂടെ സാമ്പാറിലേക്ക് ഇട്ട് കൊടുത്തപ്പോൾ നമ്മുടെ അടിപൊളി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ദോശയോ ഇഡ്ഡലിയോ നോക്കിയപ്പോൾ മാവ് നല്ല പൊന്തി വന്നിട്ടുണ്ട്. അങ്ങനെ ഇഡ്ഡലി തന്നെ ഉണ്ടാക്കാമെന്ന് വെച്ചേ. അപ്പോൾ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ മാവ് നിറച്ചൊന്നും ചേർക്കത്തില്ല. എന്താണെന്നോ വെന്ത് വരുമ്പോൾ ഇഡ്ഡലി എന്നിട്ട് പൊന്തി വരും കേട്ടോ. അങ്ങനെ നമ്മുടെ ഇഡ്ഡലിയും അടുപ്പത്ത് വെച്ച് കൊടുത്തു. ഇപ്പോൾ ഇഡ്ഡലി സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചെന്ന് വിശ്വസിക്കുന്നു.